ഹലോ ഐഡിയേഴ്സ്, നമ്മളെ ജീവനുള്ള വിത്തുകൾ ദ സീഡ്സ് ഓഫ് ലൈഫ് അല്ലേ, ആ ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയതും നമ്മളെ സെക്കൻഡ് ടേം എക്സാമിനേഷൻ ചോദിക്കുന്നതുമായ ഒരു ചെറിയ ടോപ്പിക്. എന്താ ചെറിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ചെറിയ ടോപ്പിക്കാണ് സാധനം, വളരെ കുറഞ്ഞ അളവിലേ പഠിക്കാനുള്ളൂ, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാം, എൻ്റെ പേര് നിങ്ങളുടെ സ്വന്തം മുർഷിദ് സാർ എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ നോക്കാം, ആ ഒരു ഭാഗം മാത്രം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഇലകളിലെ ആ ഒരു വൈവിധ്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ വെറൈറ്റി ഇൻ ലീവ്സ്, ഓക്കെ അല്ലേ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഇലകളെല്ലാം ഒരുപോലെ തോന്നുന്നവയല്ല, ഒരുപോലെ അല്ല അവർ കാണുന്നത് അല്ലേ. അവരുടെ സിരകളുടെ ആ ഒരു അറേഞ്ച്മെൻറ്റിൽ പല പല മാറ്റങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു? സിരാവിന്യാസത്തെക്കുറിച്ചായിരുന്നു. സിരാവിന്യാസം അല്ലെങ്കിൽ വീനേഷൻ എന്ന് നമ്മൾ പറയും. വീനേഷൻ നോക്കാം നമുക്ക്. അതിൽ രണ്ട് കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ. ആ രണ്ട് കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് മാഷ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ സിരാവിന്യാസം നോക്കിയാൽ, അതായത് ഒരു ഇല നോക്കിയാൽ അതിൽ പല രീതിയിൽ ഇങ്ങനെ സിരകൾ കാണാൻ പറ്റും. പല തരത്തിലായിരിക്കും അതിന് വീനേഷൻ, രണ്ട് തരത്തിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ മക്കളെ, ഒന്നാമത്തെ ഇല കണ്ടോ നിങ്ങൾ, കണ്ടോ ഇങ്ങനെ അല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറേ സമാന്തരമായിട്ട് കൂട്ടിമുട്ടാത്ത സിരകളാണ് നമ്മൾ ഈ ഒരു ഇലയിൽ കണ്ടത് അല്ലേ. എന്നാൽ ഇതിലാണെങ്കിലോ മക്കളെ, ഒരു വലിയ ഒരു തടി കൂടിയ ഒരു മെയിനായിട്ടുള്ള ഒരു സിര ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു വെയിന് പോകുന്നുണ്ട് അല്ലേ. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തടി കുറഞ്ഞിട്ടുള്ള ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റിയ എവിടെ വരെ മക്കളെ, നമ്മുടെ പ്ലാവിൽ അല്ലേ, പ്ലാവ് മരം, പ്ലാവില എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പ്ലാവില അല്ലേ. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ആ ഒരു ഇല നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, കണ്ടങ്ങൾ ഈ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ രണ്ട് തരത്തിലുള്ള വീനേഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സിരാവിന്യാസം രണ്ട് രീതിയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ എന്താണ് സിര, എന്താണ് സാറേ ശരിക്കും പറഞ്ഞാൽ ഈ സിര എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഈ ആളുകൾ എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ മക്കൾ അതിൻ്റെ ആൻസറാണ്. മേ ബി അത് നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റണം, നമ്മുടെ സിരകളിലൂടെയാണ് നമ്മുടെ ചെടിയിലേക്കുള്ള ജലമൊക്കെ എത്തുന്നത്. ഓക്കെ ആണോ? സോ ഇലകളിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഭാഗങ്ങൾ വഴി, ഈ ഇലയിലുള്ള ഈ സിരകൾ വഴി. അപ്പോൾ ജലം ഇങ്ങോട്ടേക്ക് എത്തിക്കും വേണം, അങ്ങനെ ഉണ്ടാകുന്ന ആഹാരം ഇവിടുന്ന് ഇങ്ങോട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും വേണം അല്ലേ. നമുക്കറിയാം, ഒരു ചെടിയുടെ ഇലയിലാണ് ആഹാരം മൊത്തം ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു മരത്തിൻ്റെ അടുക്കളയാണ് അതിൻ്റെ ചെടി എന്നൊക്കെ പറഞ്ഞാലേ, ഇല എന്നൊക്കെ പറഞ്ഞാലേ അല്ലേ, ഒരു മരത്തിൻ്റെ അടുക്കളയാണ് അതിൻ്റെ ഇല. അപ്പോൾ ആ ഇലയിലാണ് എന്ത് ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക. ആ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തിരിച്ച് മരത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുവരണം. ഓക്കെ, ഇനി ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ കുറേ വെള്ളമൊക്കെ വേണ്ടി വരില്ല. നമ്മുടെ വീട്ടിൽ കിച്ചൺ അങ്ങനെ തന്നെ അല്ലേ. നമ്മുടെ മദർ അല്ലേ, ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ത് ചെയ്യാറുണ്ട്, അമ്മ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, അവിടെയൊക്കെ വെള്ളം ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. സോ ആ രീതിയിൽ ജലം ഇങ്ങോട്ട് കൊണ്ടുവരാനും അതുപോലെ ഭക്ഷണങ്ങൾ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ആളുകളാണ്, ആ ഒരു വഴിയാണ് സിര എന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷിൽ എന്താ പറയുക? ഓക്കെ, വാട്ടർ ഈസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ് അല്ലേ. ദീസ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ആ രണ്ട് ഭാഗം കൊണ്ട് നോക്കിയാൽ നമ്മുടെ കഴിഞ്ഞു. സോ ജാലിക സിരാവിന്യാസം, റെട്ടിക്കുലേറ്റ് വീനേഷൻ ഉണ്ട്, പാരലൽ വീനേഷനും ഉണ്ട്. ഓക്കെ, ജാലിക അല്ലേ, നമ്മൾ ജാലിക എന്ന് പറയുന്നത് എന്തിനറിയോ? ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഒരു മീനൊക്കെ പിടിക്കുന്ന വല അല്ലേ, നമ്മൾ കിണറിൻ്റെ മേലേക്ക് ഇടുന്ന വല, അതിങ്ങനെ എന്താണ്, കുറേ കണക്ഷൻസ് അല്ലേ, ഇങ്ങനെ കുറേ കണക്ട് ചെയ്ത് ഇങ്ങനെ കുറേ കണക്ട് ചെയ്തിട്ടല്ലേ ഉണ്ടാവുക അല്ലേ. യെസ്, ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ കണക്ഷൻ ഉണ്ടാവും, അങ്ങനെ ജാലികകളായിട്ട് ഉണ്ടാകുന്നതാണ് എന്ത്, നമ്മുടെ മീനൊക്കെ പിടിക്കുന്ന വല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. നമ്മൾ പ്ലാവിൻ്റെ ഇല പറഞ്ഞിരുന്നു, ഇതാണ് എന്ത്, പ്ലാവിൻ്റെ ഇലയുടെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ. സോ ആ പ്ലാവിൻ്റെ ഇലയിൽ കാണപ്പെടുന്ന വിന്യാസം ഏതാ മക്കളെ? യെസ്, ജാലിക സിര വിന്യാസമാണ്. ഏതാണ്? യെസ്, റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും, ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു സിര കണ്ടോ. ഒരു പ്രധാനപ്പെട്ട സിര എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനം വരെ അഗ്രഭാഗം വരെ പോകുന്നുണ്ട്.
ഓക്കെ, അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്, പിന്നെ ഇതുമൊന്നും വേറെ കുറേ പോകുന്നുണ്ട് അല്ലേ, നമുക്കറിയാം അല്ലേ. അങ്ങനെ ബന്ധപ്പെട്ടൊരു വലക്കണ്ണികൾ പോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വല പോലെ കാണപ്പെടുന്ന വിന്യാസമാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി സമാന്തര ശിലാവിന്യാസം പറഞ്ഞാലോ, അതങ്ങനെയല്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഒരു മെയിൻ സാധനം പോകും, എന്നിട്ട് അതിൽ നിന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് കുറേ ശിലകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ എങ്ങനെയാണ്, അങ്ങനെയല്ല, ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഒരു പ്രധാനപ്പെട്ട സിര ഉണ്ടോ, ഇല്ല. എന്നാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാ സിരകളും അല്ലേ, അങ്ങനെ അഗ്രഭാഗം വരെ പോകുന്നുണ്ട്. അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, പാരലലാണ്, സമാന്തരമാണ് അല്ലേ. നമുക്കറിയാം റെയിൽപാളത്തിൻ്റെ 2 പാളങ്ങൾ പാരലലാണ്, ഒരിക്കലും കൂട്ടിമുട്ടാറില്ല അല്ലേ. അതാണ് പാരലൽ എന്ന് പറഞ്ഞാൽ. സോ പാരലൽ വീനേഷൻ, സമാന്തര ശിലാവിന്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ചിത്രത്തിൽ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗം വരെ എത്തുന്നു. മനസ്സിലായോ, ക്ലിയർ ആയോ? അതാണ് എന്ത് നമ്മുടെ ആ ഒരു ശിലാവിന്യാസത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ കാര്യം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ഇലകളെല്ലാം ഒരുപോലെയല്ല അല്ലേ. നമ്മൾ പറഞ്ഞു 2 തരത്തിലുണ്ട്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉണ്ട്, പാരലൽ വീനേഷൻ ഉണ്ട് അല്ലേ. ജാലിക ശിലാവിന്യാസം ഉണ്ട്, സമാന്തര ശിലാവിന്യാസം ഉണ്ട് അല്ലേ. ഇനി നമുക്കറിയാം, നമ്മൾ ഓരോ ചെടികളിലും ആ ചെടിയുടെ ചില സവിശേഷതകൾ നോക്കിയിട്ട്, ആ ചെടിയുടെ വേരുപടലം നോക്കിയിട്ട് ആ ചെടിക്ക് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ആ ചെടിക്കുള്ള ശിലാവിന്യാസം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിൻ്റെ വേര് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനിങ്ങനെയുള്ള ഈ ശിലാവിന്യാസമായിരിക്കും, അല്ലെങ്കിൽ സമാന്തര ശിലാവിന്യാസമുള്ള ചെടിയാണോ അതിൻ്റെ വേര് ഇങ്ങനെയായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ 2 തരത്തിൽ വേരുകളും കൂടെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളിത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക, എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് മാഷിന് തോന്നുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേരിൻ്റെ കാര്യം എന്ത് ചെയ്യാം, വേരും അതേപോലെ ആ ശിലാവിന്യാസം തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സോ ഓൾ ദി ബെസ്റ്റ്.